ഹലോ എവ്രി വൺ, വെൽക്കം ടു ആദീസ് ലിറ്റിൽ വേൾഡ്. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിലെ ടെലിവിഷൻ അവാർഡ്സിൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. അങ്ങനെ നമ്മൾ തുടങ്ങുന്ന ചെമ്പനീർ പൂവിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ആ ഒരു വണ്ടി. ഇത് മറ്റേ 4x4 ഏറ്റവും 1980-കളിലുള്ളൊരു ജീപ്പാണ്. ഇത് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ക്രൂ ആണ്, നമ്മുടെ ക്യാമറയും. ഞങ്ങളിത് പൂജ നടത്തി തുടങ്ങാൻ പോവാണ്. ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സ് 2026 ഭാഗമായിട്ട് ദീപശിഖയുമായിട്ട് ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയൽ ലൊക്കേഷനിലും പോകുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ജോലി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് തുടക്കം ചെമ്പനീർ പൂവിൽ നിന്നായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം, ആനന്ദേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ അനിരുദ്ധായിട്ട് അഭിനയിച്ച ആനന്ദേട്ടൻ. അപ്പോൾ ആനന്ദേട്ടനെയൊക്കെ കണ്ടു. ഒരുപാട് പേരെ പരിചയമുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച് ദീപശിഖയായിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഇഷ്ടം മാത്രം ലൊക്കേഷനിലേക്കാണ് കേട്ടോ പോയത്. അവിടെ എത്തിയപ്പോൾ അവർ ഭയങ്കര കൊട്ടും മേളമൊക്കെ ആയിട്ടാണ് നമ്മളെ വരവേൽക്കാനായിട്ടൊക്കെ നിന്നത്. അപ്പോൾ അതുപോലെ അവിടെയും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ ടെക്നീഷ്യൻസ് ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൃദുലേനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഈ ചേച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റാണ്. ഞാനും ചേച്ചിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. റേജൻ ചേട്ടൻ, മൃദുല, ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മൾ വീണ്ടും അടുത്ത ലൊക്കേഷൻ വാസ് പവിത്രം. പവിത്രത്തിൻ്റെ ലൊക്കേഷനിലൊന്നും പറയാനില്ല. അവരുടെ ഒരു ആംബിയൻസും അവരുടെ സെലിബ്രേഷനൊക്കെ ഭീകരമായിരുന്നു കേട്ടോ. തെയ്യവും അതുപോലെ എൻട്രിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ശ്രീകാന്തിനെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ രമ മാം ആണെങ്കിലൊക്കെ ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടീമായിരുന്നു. അതുപോലെ ഭയങ്കര അടിച്ചുപൊളി ടീമുമായിരുന്നു കേട്ടോ. നമ്മുടെ സുരഭിയും അതുപോലെ ശ്രീകാന്തും ഇവർ രണ്ടുപേരുടെയും ചെറിയൊരു ഇൻ്റർവ്യൂ ക്ലിപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ ദീപശിഖയുമായിട്ട് പോയത് സ്നേഹക്കൂട്ടിൻ്റെ ലൊക്കേഷനിലാണ്. അവിടെ ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് പുതിയതായിട്ട് ഞാൻ കാണുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഒരുപാട് ക്ലിപ്സൊന്നും ഞാൻ ഫസ്റ്റ് ഡേ ആക്ച്വലി എടുത്തില്ല. അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത ദിവസം ഫസ്റ്റ് ചെന്നത് കാറ്റത്തെ കിളിക്കൂടിലാണ്. ഇവിടെ പിന്നെ നമ്മുടെ ഡയാനയുടെ സ്വന്തം അമ്മീൻ എൻ്റെ കൂട്ടുകാരനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു ഫാമിലിയിലോട്ട് പോകുന്നൊരു മൂഡായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും സീരിയൽ ലൊക്കേഷനിൽ ഏറ്റവും അടിപൊളി വൈബ് ഉണ്ടായിരുന്നൊരു ലൊക്കേഷൻ ഇവരുടെയാണ് കേട്ടോ. ഡയറക്ടറാണെങ്കിലും ക്യാമറാമാനാണെങ്കിലും എല്ലാവരും ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി ഫുഡും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ വീട് ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. കാറ്റത്തിക്കിളിക്കൂടിൽ നമ്മൾ കാണുന്ന വീടാണിതേ ഈ കാണുന്നത്. ഭയങ്കര രസമായിരുന്നു. അവരൊരു ആർട്ട് ചെയ്തെടുത്തിരിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. നല്ല വലിയ വീടാണ്, പഴയ വീടാണ്. പക്ഷെ അതിലൊരു ഭംഗിയുണ്ട്. കിച്ചണൊക്കെ ഇതൊക്കെ ആർട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ, ഇങ്ങനെ നശിപ്പിച്ച്. നല്ല രസമുണ്ടായിരുന്നു. ഇതാ വീടിൻ്റെ ബാക്ക് സൈഡാണേ. ഇത് മുകളിലത്തെ നില. അതുപോലെ താഴെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പൂമുഖം പോലെ ഒരു എൻട്രൻസ് ഉണ്ട്. താഴേക്ക് കുറച്ച് വെള്ളം പോലെയൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ലൊക്കേഷനും നല്ല വീടുമാണ്. ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു വീടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമീനുമായിട്ട് കുറേ വിശേഷം പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോവാണേ. അതിന് മുമ്പ് കുറച്ച് ചിറ്റ് ചാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ടീമായിട്ട്. ഇതൊക്കെ നിങ്ങൾ ടി വിയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തായാലും നല്ല എനർജിയുള്ള നല്ല അടിപൊളി ടീമാണ് ടീം കാറ്റത്തെ കിളിക്കൂട്. ഇവരുടെ ആ ഒരു ഒത്തൊരുമ കാരണം തന്നെയാണ് ഇവരിപ്പോൾ റേറ്റിങ്ങിൽ ഫസ്റ്റ് ആയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അത്ര അടിപൊളി ടീമാണ് ഇത്. ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ അവിടുന്ന്.
അങ്ങനെ നമ്മളുടെ അടുത്ത ലൊക്കേഷനിലേക്ക് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ട്രിവാൻഡ്രം വർക്കലയിൽ ടീച്ചറമ്മയുടെ ലൊക്കേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. എന്താ പറയുക, നല്ല വെയിലായിരുന്നു. ചേച്ചി സ്ക്രിപ്റ്റൊക്കെ നോക്കി അവിടെ ഷൂട്ട് തകർത്ത് നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ചോദിച്ചിട്ടാണ് നമ്മൾ കയറി നമ്മുടെ ദീപശിഖ ഷൂട്ടൊക്കെ നടത്തിയത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെറ്റായിരുന്നു, പക്ഷേ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇനി അടുത്ത് നമ്മുടെ നെക്സ്റ്റ് ഡേ, മൂന്നാമത്തെ ദിവസം, ഫസ്റ്റ് ഡേ നമ്മൾ എത്തിയിരിക്കുന്നത് ടീം പത്തരമാറ്റിൻ്റെ ലൊക്കേഷനിലേക്കാണ്. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ദിവസത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അത് എങ്ങനെ ഇരുന്ന് സംസാരിച്ച് എന്തൊക്കെ സ്ക്രിപ്റ്റിൽ വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ ടി വി കണ്ട ഷോട്ട്സൊക്കെ ഇത്ര സാഹസികമായി ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ക്യാമറാമാൻ എടുത്തതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജീപ്പിൽ ഇങ്ങനെ നിന്ന് പോവാനും ഈ ചൂടത്ത് ഈ വെയിലടിക്കാനും ഒക്കെ ഞാൻ നല്ല ടാനായി ഈ ഒരു 3 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ. എല്ലാം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി തന്നെയായിരുന്നു. പക്ഷേ ആങ്കറിങ് എനിക്ക് അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനത് 100% ഡെഡിക്കേഷനോടുകൂടി ചെയ്യുന്നൊരു, സത്യം പറഞ്ഞാൽ ആക്ടിങ്ങിനെക്കാട്ടിലും കൂടുതൽ എനിക്കിഷ്ടം ഈ ഒരു ജോലി ചെയ്യാനാണ്. അപ്പം ഞാനത് അത്രയും ഇൻവോൾവായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാറ്റത്തെ കിളിക്കൂട് കഴിഞ്ഞാൽ ഏറ്റവും ടീം വൈബായിട്ട് എനിക്ക് തോന്നിയൊരു സീരിയലാണ് നമ്മുടെ പത്തരമാറ്റിൻ്റെ ടീം. അവിടുത്തെ എൻട്രിക്ക് തൊട്ട് മുമ്പുള്ള സീൻസാണ് ഇത്. അങ്ങനെ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ലൊക്കേഷനിലെത്തി. അവിടെ നല്ല വൈബായിരുന്നു, എൻജോയ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ പുഴയും കടന്ന്, ആദ്യം ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു, നേരെ അടുത്ത ലൊക്കേഷനിലേക്കാണ് കേട്ടോ പോയത്. അവിടെയും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ അടുത്ത ദിവസം നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോയി കേട്ടോ. ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഏത് സീരിയലാണെന്ന്, മഴതൊരു മുൻപേ. അപ്പോൾ ഇവിടുത്തെ മിക്ക ആർട്ടിസ്റ്റുകളും എനിക്ക് പുതിയതായിരുന്നു. എനിക്കവരെ നേരിട്ട് അറിയില്ല. ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. വളരെ നല്ല ക്രൂ ആണ്. അതുപോലെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു വൈഷ്ണവി ചേച്ചിയൊക്കെ. ഞാൻ അവരോട് കുറച്ച് ചിറ്റ് ചാറ്റ്സ് നടത്തുന്ന ഒരു വിഷ്വലാണ്. നമ്മുടെ വില്ലീസിൻ്റെ നമ്മുടെ വണ്ടിയൊക്കെ അതിനകത്ത് നായകൻ ഓടിച്ചൊക്കെ നോക്കി. അങ്ങനെ ഒരു ഫണ്ണായിട്ട് പോയൊരു സെഗ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത് കാണുന്നത് നമ്മുടെ സാന്ത്വനം 2ൻ്റെ ലൊക്കേഷനാണ്. രാത്രിയാണ് അവിടെ പോയത്. എന്തായാലും അവിടെയും ഒരു ഗംഭീരമായിട്ടുള്ള ആഘോഷം തന്നെയായിരുന്നു. നോൺ സ്റ്റോപ്പ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എല്ലാവരും ഡാൻസ് ചെയ്യുന്നതിൽ കാണാൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മുടെ സീരിയൽ ലൊക്കേഷൻസിലെല്ലാം പോയി ഇതോടുകൂടി അത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ വെന്യൂവിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് മുൻപായിട്ട് എൻ്റെ ഒരു ഇൻട്രോ, ദീപശിഖയായിട്ടുള്ളൊരു ഇൻട്രോ എടുത്തത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. എനിക്ക് പൊടി നല്ല അലർജിയുള്ള ആളാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി സഹിച്ചിട്ടൊക്കെയാണ് അത് എടുത്തത്. ഞാനത് കാണിക്കാം. ഇതേ കണ്ടോ, ഞാൻ ആദ്യം മൂക്കൊക്കെ പൊത്തിച്ചിരിക്കുകയാണ് കേട്ടോ, ഈ പൊടി ഫുൾ എൻ്റെ മൂക്കിലോട്ട് കയറണ്ടെന്ന് വെച്ചിട്ട്. അവസാനം അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ധൈര്യമായിട്ട് എണീറ്റ് നിന്നു. നല്ലപോലെ പൊടിയൊക്കെ അടിച്ചായിരുന്നു. പക്ഷേ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ഷോട്ട് കണ്ടവർക്ക് മനസ്സിലാവും നല്ലൊരു ഔട്ട് അതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ഇൻട്രോ തന്നെയായിരുന്നു. എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ നമ്മുടെ തലേദിവസമാണ് മിക്ക ഡാൻസിൻ്റെ ഷൂട്ട്സും നടന്നത്. ഇവൻറ്റിൻ്റെ അന്ന് കുറച്ച് ഡാൻസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതേ നമ്മുടെ അമീൻ്റെയും ടെസ്സയുടെയും ഡാൻസ് പെർഫോമൻസ് ആണ്. അതായത് അവർ പ്രാക്ടീസ് ചെയ്യുന്ന സെഷനാണ്. അന്ന് രാവിലെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ബൈറ്റ്സ് എടുത്തതാണ്. പിന്നെ തലേദിവസം നമ്മുടെ 22 വില്ലന്മാരും വില്ലത്തികളും ഏഷ്യാനെറ്റിലെ ഓരോ സീരിയലുകളായിട്ടുള്ളവർ പെർഫോം ചെയ്തൊരു ഡാൻസാണ് നമ്മൾ ഈ കാണുന്നത്. ഭയങ്കര നല്ല ഡാൻസായിരുന്നു. ഭയങ്കര നല്ല എനർജി, എന്താ പറയുക, രസമുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ദേവിചന്ദ്രൻ ചേച്ചിയുടെ പെർഫോമൻസ് ആണ് കേട്ടോ. ചേച്ചിയുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് അൺബീറ്റബിൾ ആയിരുന്നു. ഭയങ്കര രസമായിട്ട് ചേച്ചി കളിച്ചു. ഇത്രയും പേരുണ്ടായതിൽ ചേച്ചി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2-3 പെർഫോമൻസുകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കുറേ സീരിയൽസിൽ, ഓരോ സീരിയൽസിലെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഇന്ത്യയിലെ ഓരോ കൺട്രി റെപ്രസെൻറ്റ് ചെയ്ത് കളിച്ചൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ തലേദിവസമായിരുന്നു. പിന്നെ ഇവൻറ്റിൻ്റെ അന്ന് രാവിലെ എൻ്റെ അറ്റയർ ഇതായിരുന്നു. ഇത് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ അകത്തൊരു ഇവൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അത് കഴിഞ്ഞിട്ട് റെഡ് കാർപ്പറ്റ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മുടെ ഇവർ രണ്ടുപേരെയും ആട് 3യുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവരുടെ ഒരു ബൈറ്റ് എടുത്തപ്പോഴാണ്. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഭയങ്കര രസമായിട്ട് പോയി. അപ്പോൾ എന്തായാലും അവാർഡ്സ് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്നൊന്ന് അറിയിക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഗ്ലിംസ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറച്ച് വീഡിയോസാക്കി എടുത്ത് നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എന്നെ അറിയിക്കുക കേട്ടോ. ബൈ.